മനാലി NC അടിപൊളി വണ്ടിയാണ്. അടിപൊളിയായിട്ട് സ്കോർ ചെയ്ത് പോകാൻ പറ്റിയ വണ്ടിയാണ്. എനിക്കെന്തോ NC ഇഷ്ടമായി. കണ്ട കാറുകളുടെ ഇടയിൽ കൂടെ 2 ബൈക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെയല്ലേ. ശരിക്കും ഞാൻ ഈ 120 പോണത്. സോഡയും മിക്സ് ആണ് കേട്ടോ, വേറെ ഒന്നല്ല. വീഡിയോ എടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പോണത് റാസൽ ഖൈമയ്ക്കാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല പോണത്, നമ്മുടെ മല്ലു റൈഡേഴ്സിൻ്റെ ഒപ്പമാണ് നമ്മൾ പോണത് റാസൽ ഖൈമയ്ക്ക്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഒരു പെട്രോൾ പമ്പാണ്. ആ പെട്രോൾ പമ്പിലേക്ക് നമുക്ക് എത്തണം. ഇവിടുന്ന് ഏകദേശം 35 മിനിറ്റ് കാണിക്കുന്നുണ്ട്, അതായത് 26 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇവിടുന്ന് ലൊക്കേഷൻ. ഇന്ന് ഫുള്ള് നമ്മൾ മല്ലു റൈഡേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ നൈറ്റ് റൈഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഡ്, മല്ലു റൈഡേഴ്സ് ദുബായ്. അപ്പോൾ നമ്മൾ ഇവരായിട്ടാണ് ഇന്ന് റാസൽ ഖൈമ വരെ പോകുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് അതെ 10:45 ആയിട്ടുണ്ട്. 10:45 നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ലൈനപ്പ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ എട്നോക്കിൻ്റെ പെട്രോൾ പമ്പ് ഇട്ടത്. എട്നോക്കിൻ്റെ പെട്രോൾ പമ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ റാസൽ ഖൈമ പോകുന്ന റോഡാണ്. അപ്പോൾ ആ റോഡിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ലൈനപ്പ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ബാറ്ററി ഉള്ളൂ. അപ്പോൾ ആ ഒരു ബാറ്ററി കൊണ്ട് വേണം നമുക്ക് ഈ റൈഡ് ഫുള്ള് പൂർത്തിയാക്കാൻ. ഇപ്പം ഹൈവേ ആണ്, അതേപോലെ തന്നെ ഫ്ലാഷും അത്യാവശ്യം അടിക്കുന്ന ഒരു റോഡ് കൂടി കേട്ടോ. ഞാൻ അപ്പം തന്നെ പറഞ്ഞ വഴിക്ക് കുറേ വണ്ടികൾക്ക് ഫ്ലാഷ് അടിക്കണ കണ്ടു. ഇപ്പം നമ്മൾ ഹൈവേന്ന് എക്സിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു പാറ അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഹൈവേന്ന് എക്സിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ റൈഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഏകദേശം അടുത്തെത്താറായി. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. ഫുൾ വണ്ടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഹോണ്ടയുടെ 400cc ആണ്, ഇൻലൈൻ 4 ആട്ടോ വണ്ടി. പിന്നെ അതേപോലെ തന്നെ NC വേറൊരു NC ഇരിക്കുന്നുണ്ട്. ഇതും NC തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഹിമാലയനാണ് പിന്നെ ഉള്ളത്. പിന്നെ നമ്മുടെ വണ്ടി, പിന്നെ ഒരു യമഹ R3, പിന്നൊരു വണ്ടി കൂടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയാണ്. ഇതാണ് ആ വണ്ടി, ഫുള്ള് ബോക്സൊക്കെ കയറ്റിയിട്ടുള്ള വണ്ടിയാണ്. 650cc വണ്ടിയാണ്. മനാലി NC അടിപൊളി വണ്ടിയാണ്. അടിപൊളിയായിട്ട് സ്കോർ ചെയ്ത് പോകാൻ പറ്റിയ വണ്ടിയാണ്. എനിക്കെന്തോ NC ഇഷ്ടമായി. ഓടിച്ചിട്ടില്ല, പക്ഷേ ആ ലുക്കിലും ആ കയറി പോണേലും എനിക്ക് NC ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ്, ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പിടിക്കാനുള്ള പ്ലാനാണ്. അവിടെ പോയിട്ടിരിക്കുക എന്നുള്ളൊരു, അവിടെ ചില്ല് ചെയ്തിട്ടിരിക്കുക എന്നുള്ളൊരു പ്ലാനാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്കിപ്പോൾ ടെമ്പറേച്ചർ കുറവാണ്, അതായത് 26 ഞാൻ പറഞ്ഞത് വെതർ. ഇവിടുന്ന് യൂട്ടേൺ എടുക്കണം. നമുക്ക് ചില്ല് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബൈക്ക് തന്നെ വേണം. ഈ ബൈക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റും. അതെ, ഓക്കെ. മെഹബൂബ് ഭായി നല്ലൊരു ഗൈഡാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഇവരല്ല ഗൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ. കാരണം നമുക്കറിയില്ല ഇവിടെ വണ്ടി ഓടിക്കേണ്ടത്. അത് വേറെ കാര്യം. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ദുബായിൽ വണ്ടി ഓടിക്കുന്നത് തന്നെ. ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബോഡി അങ്ങനെ പെട്ടെന്ന്. ഇവിടെ സംതിങ് എന്തിൻ്റെയോ കൺസ്ട്രക്ഷനോ സംതിങ് എന്തോ ആണ്.
നമ്മൾ വിജനമായ ഒരു റൂട്ടിൽ കൂടിയാണ് പോണത്. ആ വണ്ടിയാണ് ഇൻലൈൻ 4 എക്സോസ്റ്റ്, ഇൻലൈൻ 4 വണ്ടിയാണ് ആ പോണത്. അതാണ് ആ സൗണ്ട്. നമ്മൾ കയറി വന്ന വഴിയായിട്ടായി കാണുന്നത്. അത് ഇനിയും കയറി പോകാനുണ്ട്, കണ്ടില്ലേ? ഈ വഴി കൂടിയാണ് നമ്മൾ കയറി വന്നത്. നമ്മുടെ ഒരു മെമ്പറും കൂടി അവിടെ വരാണ്ട്, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയാണ് ബാക്കിൽ കാണുന്നത്, കണ്ടില്ലേ? ഈ വഴി കൂടിയാണ് നമ്മൾ കയറി വന്നത്. രണ്ട് സൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് പോയിൻ്റാണ്. ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം വിടൂ. അപ്പോൾ എല്ലാതും ഓക്കെ ആയി. നമ്മുടെ ഇവിടുത്തെ പോലീസുകാരൻ നമുക്ക് സല്യൂട്ട് ചെയ്ത് തന്നു. കണ്ടില്ല, ഇവിടെ ബാരിക്കേഡാണ്, ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ ചെക്കിങ് ചെയ്യാണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ആളെൻ്റെ ഒരു കാർണറ്റ് പേപ്പർ മാത്രം ചോദിച്ചുള്ളൂ, വേറെ ചോദിച്ചൊന്നുമില്ല, വിസൻ ചോദിച്ചൊന്നുമില്ല. അതായത് എൻട്രി UAE ഉള്ളിലേക്ക് എൻട്രി ചെയ്ത ആ പേപ്പർ മാത്രം. കാർണറ്റ് പേപ്പറിൻ്റെ ഒരു പേജിൽ നമ്മൾ ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു സീൽ ചെയ്യും. ആ സീൽ ചെയ്ത് മാത്രമേ ചോദിച്ചുള്ളൂ. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം അത് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആൾ പോക്കോളാൻ പറഞ്ഞു. അത്രയാണ് പോകും. വരുന്ന വഴിക്ക് തണ്ണിമത്തനൊക്കെ വാങ്ങിയിട്ടാണ് നമ്മുടെ വിഷ്ണു ഉള്ളത്. നല്ല ബത്തക്കയും കഴിച്ച് നല്ല വ്യൂവും കണ്ട്. അതെ, അങ്ങനെ നല്ലൊരു തണ്ണിമത്തൻ, മലയുടെ മുകളിൽ നിന്ന് നല്ല തണ്ണിമത്തൻ കഴിച്ചിട്ട് ഈ വ്യൂ നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങോട്ട് നോക്കി ഈ കാണുന്നത് നമ്മുടെ ഫുജേറ റാസൽ ഖൈമ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളി വ്യൂ. നമ്മുടെ ചെക്ക് പോയിന്റ് ആയിരുന്നു ആ കാണുന്നത്. ഈ ലൈറ്റ് കാണുന്നതാണ് നമ്മുടെ ചെക്ക് പോയിന്റ്. മല്ലൂർ റൈഡേഴ്സ് ഫുള്ള് ഗ്യാങ് ഇവിടെ ഉണ്ട്. ഇതാണ് ലെബനും സോഡയും മിക്സ് ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. വീഡിയോ എടുക്കുന്നുണ്ട്. സംഭവം ലെവനപ്പും സോഡയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി. ഈ മലയുടെ മുകളിൽ നിന്നിട്ട് ലെവനപ്പ് കുടിക്കാൻ എന്ത് രസം. ദുബായിലുള്ള ചൂടിന് ഒരു ആശ്വാസമാണ് ഈ മലയുടെ മുകളിൽ. ഇവിടുത്തെ ക്ലൈമറ്റ് വേറെ ലെവലാണ് ശരിക്കും പറഞ്ഞാൽ. 26-26 അടിയിലൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ശരിക്കുള്ളൂ. ശരിക്കും ഒരു ഈവനിങ് ഒക്കെ വന്നാൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണത്. ശരിക്കും പറഞ്ഞാലും നമ്മൾ ദുബായിലാണെന്ന് തോന്നണമെന്നില്ല, ഒരു കൊടൈക്കനാലൊക്കെ വന്നൊരു ഫീൽ. നമ്മൾ കൊടൈക്കനാൽ ചുരം കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ക്ലൈമറ്റാണ് നമുക്ക് കിട്ടുക. ആ ഒരു സെയിം ക്ലൈമറ്റാണ് എനിക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് 2:34 2:34 ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇത്ര നേരം ഇവിടെ വർത്തമാനം പറഞ്ഞിരുന്നു, ഒരേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, കുറേ വർത്തമാനം പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തെന്ന് പറയാം. എൻജോയ് എന്ന് പറയാൻ വളരെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഞാൻ ഇവിടെ എൻജോയ് ചെയ്തു ഇവരായിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അടിയിലേക്ക് എത്തിയപ്പോൾ ചൂടായി തുടങ്ങി. നമ്മൾ ഇത്ര നേരം മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അടിയിലേക്ക് എത്തി ചൂട് തുടങ്ങി. കുറച്ച് ദൂരമുള്ള റോഡ് ഇങ്ങനത്തെ റോഡാട്ടോ. ഫുള്ള് പൊടി എന്ന് വെച്ചാൽ ഫുള്ള് പൊടി, വേറെ ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കണ്ട ലോറികളൊക്കെ ഇവിടെ നിന്നാണ് മണ്ണ് നിറച്ചിട്ട് പോണത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു ലോറി പോകുന്നുണ്ട്. ലോറി പെട്ട തന്നെയാണ്. അപ്പോൾ ഫുള്ള് പൊടി ആയിട്ട് പോയിട്ട് വരും. അവസാനത്തെ സ്റ്റോപ്പാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാവരും വേറെ വഴിക്ക് പോവും. അപ്പോൾ നമ്മൾ നേരെ കരാമയ്ക്കും പോവും. ഇവിടുന്ന് എല്ലാവരും പല വഴിക്കാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും കൈ കൊടുത്ത് യാത്ര പറഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണത്. കണ്ട കാറുകളുടെ ഇടയിൽ കൂടെ 2 ബൈക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെയല്ലേ. ശരിക്കും ഞാൻ ഈ 120 ഇപ്പോൾ പോണത്. 130 വരെ ഞാൻ കയറ്റി വണ്ടി. എന്നാലും എല്ലാ കാറിനെയും മറികടന്ന് ഇങ്ങനെ 2 ബൈക്ക് ഇങ്ങനെ ഹൈവേ കൂടെ പോകുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെ കേട്ടോ. വേറെ വണ്ടികളൊന്നുമില്ല, 2 ബൈക്ക് അങ്ങനെ കട്ടക്ക് നിൽക്കണം. നമ്മുടെ 150 ആയതുകൊണ്ടാണ്, അത് NC ആയതുകൊണ്ട് കയറി പോവും. പക്ഷെ നമ്മുടെ 150 ആയാലും എന്നാലും കട്ടക്ക് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് വിഷ്ണു. ബൈ ബൈ.